പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പൊതുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഏതായാലും ആദ്യം തന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അബി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. കുഞ്ഞ് രാത്രിയൊക്കെ കരഞ്ഞതിനാൽ നവ്യക്കൊന്നും ഉറങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അബി നന്നായി ഉറങ്ങുന്നത് കണ്ടിട്ട് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് അവൻ്റെ മേലെ കിടത്തുന്നുണ്ട്. എന്നിട്ട് പോലും അബി അറിയുന്നൊന്നുമില്ല. പിന്നെ കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് അബി അറിയുന്നത്. എന്നിട്ട് അബി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ നീ കാണിച്ചത്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതോ ലാളിക്കുന്നതോ ഒന്നും കാണുന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല കുഞ്ഞ് കരഞ്ഞിട്ട്. അതുകൊണ്ടാ കുറച്ചു നേരം നിന്റെ കുഞ്ഞ് നിന്റെ ദേഹത്ത് കിടക്കട്ടെ എന്ന് കരുതി. നീ എന്തൊരു സ്വാർത്ഥതയാണ്. നീ ഉറങ്ങിയില്ലെങ്കിൽ എന്നെയും ഉറങ്ങാൻ വിടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അബി. എൻ്റെ ഷർട്ടൊക്കെ അവൻ നനച്ചു. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ എടുക്കുമ്പോഴേക്കും കുഞ്ഞ് നിന്റെ ഷർട്ട് നനയ്ക്കുന്നത് എന്താ? ഞങ്ങളൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞ് നനയ്ക്കുന്നൊന്നുമില്ലല്ലോ. കുഞ്ഞിനറിയാം നീ അവനെ എടുക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോൾ കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നവ്യ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുന്നതാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പുറത്തു പോകാനായി അനി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എന്താ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, വല്യമ്മേ, അത് ഞാൻ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നന്ദുവിനെയും കാണാമല്ലോ എന്ന് കരുതിയായിരിക്കും നീ പോകുന്നത് അല്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, അല്ല 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 വല്യമ്മേ, ഞാൻ ചിലപ്പോഴൊക്കെ നടക്കാൻ പോകുന്നതല്ലേ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നന്ദു ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നീ നടക്കാനൊന്നും പോയിരുന്നില്ലല്ലോ. ഇപ്പോൾ നന്ദു വന്നതിന് ശേഷമാണ് നീ പോകാൻ തുടങ്ങിയത്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, നിനക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതല തന്നതാ, അതൊക്കെ ശ്രദ്ധാപൂർവ്വം നോക്കി നടത്തരുതോ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നായനെ ഇന്നലെ രാത്രി പകലാക്കിക്കൊണ്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. അന്നേരം അനി പറയുന്നുണ്ട്, 3 ബ്രാഞ്ച് നന്നായിട്ട് തന്നെയാണ് പോകുന്നത് വല്യമ്മേ, അവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവിടെ നല്ല മാനേജർമാർ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഈ 3 ബ്രാഞ്ച് ഇവിടുത്തെ കള്ളൻ അബിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ എത്ര സന്തോഷമായിരിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അവന് വലിയ സന്തോഷമായിരിക്കും. അതോടെ ആ ബ്രാഞ്ച് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അങ്ങനെ അനി രാവിലെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോകുന്നതേ നന്ദുവിനെ കാണാനാണ്. പക്ഷേ നന്ദു ആ വഴിക്ക് വന്നതേയില്ല. ഏതായാലും ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നന്ദു റൂട്ട് മാറി നടക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത്. നന്ദു ഇന്ന് ഇവിടേക്ക് വന്നതേയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനിക്ക് നല്ല നിരാശയാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനിയുടെ 60 മിസ്ഡ് കോൾ കാണുന്നുണ്ട്. നന്ദു വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്താ രാത്രി ഉറക്കമൊന്നുമില്ലേ എന്ന്. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് നന്ദു. പിന്നെ കാണിക്കുന്നത് നയനയെയും ആദർശിനെയുമാണ്. നയന ചന്തുമോളെ ഒരുക്കുന്നുണ്ട്. എന്നിട്ട് ചന്തുമോളോട് പറയുന്നുണ്ട്, നമുക്കൊന്ന് പുറത്തുപോയി കറങ്ങിയിട്ടൊക്കെ വരാം. മോളുടെ ഉടുപ്പൊക്കെ എങ്ങനെയുണ്ട് ആദർശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മോൾ എല്ലാ ഡ്രസ്സിലും സുന്ദരിയല്ലേ, എന്നാലും നമുക്ക് ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെ എടുക്കണ്ടേ. അങ്ങനെ നയനയും ചന്തുമോളും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഹാളിൽ അബി ഇരുന്നത് കാണുന്നുണ്ട് നയന. എന്നിട്ട് അബിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ചന്തുമോള് ഇപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണ്. പക്ഷേ സത്യം എന്താണ് എന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ നീ മോളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നത്? ആരും കാണാതെയെങ്കിലും നിനക്ക് മോളെ സ്നേഹിക്കാം, കൊഞ്ചിക്കാം. പക്ഷെ നീ അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഏട്ടത്തിക്കറിയാവുന്ന കാര്യമില്ലേ, നവ്യക്ക് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, നാണമില്ലേ നിനക്ക് ഇങ്ങനെ പറയാൻ? നിനക്ക് മനസാക്ഷി എന്നൊന്നും ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചാനലിലും വാർത്ത കൊടുക്കാൻ ശ്രമിച്ചു നീ അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ നീ? എങ്കിൽ അതേ ചാനലുകാരെ കൊണ്ട് തന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറയിപ്പിക്കാൻ ഞങ്ങൾക്കും വലിയ പ്രയാസമൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കോ നീ. അത് കേട്ട് അബി പറയുന്നുണ്ട്, സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഏട്ടത്തി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അന്നേരം നയന പറയുന്നുണ്ട്, എങ്കിൽ നീ മോളെ എടുക്ക്, മോളോട് സ്നേഹത്തിലൊക്കെ 2 വാക്ക് പറ എന്ന് പറഞ്ഞപ്പോൾ അബി പേടിച്ചിട്ട് വേഗം തന്നെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. കുഞ്ഞിനെ കരയിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ എന്ന് ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് നയന അവിടുന്ന് പോകുന്നുണ്ട്. ഏതായാലും കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് ജലജ കാണുന്നുണ്ട്. അത് കണ്ട് ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അന്നേരം അബി പറയുന്നുണ്ട്, എത്രയായാലും ഏട്ടൻ്റെ കുഞ്ഞല്ലേ അമ്മേ, ഏട്ടൻ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതിയാണ്. എങ്കിലേ കമ്പനിയിലൊക്കെ ഉയർന്ന പൊസിഷനിലൊക്കെ വരാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. പിന്നെ കുട്ടിയെയും എടുത്ത് അബിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിൽ നവ്യയില്ലെന്ന് കണ്ടപ്പോൾ ആശ്വാസമാകുന്നുണ്ട് അബിക്ക്. അവളിവിടെ ഇല്ല, ആശ്വാസമായി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് ചന്തുമോൾക്ക് വാവയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാവയെ കാണിച്ചപ്പോൾ പറയണ്ടല്ലോ, ചന്തുമോൾക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് വാവേ എന്നൊക്കെ വിളിച്ച് കുഞ്ഞിനെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. ജലജ പോയിട്ട് വിഷം കുത്തി വെച്ച് കൊടുത്തതാണ് നവ്യക്ക്. ഏതായാലും
അത് കണ്ട് നവ്യ തെറിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ പറ്റിയത്? അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ നവ്യ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്ന് മുതലാണ് ഇത് നിനക്ക് കൊച്ചു കുഞ്ഞായത്? അതും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് ആ കൊച്ചു കുഞ്ഞിനെ പേടിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് ചന്തുമോൾ അവിടുന്ന് സങ്കടത്തോടെ പോകുന്നുണ്ട്. അഭിക്ക് പേടിയാവുന്നുണ്ട്. എല്ലാം കുളമായോ ഈശ്വര എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അബിയോട്, നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ഈയിടെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇനി മേലാൽ നീ നിന്റെ കൈകൊണ്ട് ആ കുഞ്ഞിനെ തൊട്ടുപോകരുത്. അപ്പോൾ അബി നോക്കാമെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നോക്കാമെന്നോ? തൊടരുത് എന്ന് പറഞ്ഞാൽ തൊടരുത്. ഓ ശരി നവ്യ, നീ ഒന്ന് അടങ്ങ് എന്ന് പറയുന്നുണ്ട് അബി. പിന്നെ തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുക്കാനായി ശ്രമിച്ചപ്പോൾ നവ്യ തടയുന്നുണ്ട്. വേണ്ട വേണ്ട, നീ അവളെ തൊട്ട കൈകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുക്കേണ്ട. നിന്റെ ഏട്ടനോടുള്ള വെറുപ്പ് എനിക്ക് ആ കുട്ടിയോടുമുണ്ട്. അങ്ങനെ ചന്തുമോൾ കരഞ്ഞുകൊണ്ട് ആദർശിൻ്റെയും നയനയുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റും മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് നയനയും. അപ്പോഴേക്കും അവിടേക്ക് നവ്യ വരുന്നുണ്ട്. നവ്യ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിലേക്ക് ഒരു വഴക്കുണ്ടാക്കാൻ ഇവളെ ഞങ്ങൾക്കിടയിലേക്ക് വിടരുത് എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.